വാടാ. സോ നമ്മൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു CC ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു CC ആണ്, ജസ്റ്റ് ഒരു ഓൾഡ് മൂവി വിൻറ്റേജ് സ്റ്റൈലുള്ള ഒരു CC. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാജിക് വീഡിയോ മേക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ നിങ്ങളെ കളിയാക്കുകയല്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം കാണാം. ഓക്കെ, സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇവർ തന്നെ 3 ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ സ്മാർട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ തന്നെ കുറേ പ്രീസെറ്റ് പോലെ കുറേ ടെംപ്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലത്തെ ഫോട്ടോസ് മാറ്റിയിട്ട് നമ്മുടെ ഫോട്ടോസ് റീപ്ലേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ലൈറ്റ് മോഷൻ യൂസേഴ്സൊക്കെ ആണെങ്കിൽ മനസ്സിലാവും പ്രീസെറ്റ് പോലൊരു സംഭവം. അതാണ് ഈ ഒരു സ്മാർട്ട് ടെംപ്ലേറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്കെന്തായാലും ഈ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ തന്നെ പറയുകയാണ്, ഒരു ബേസിക് CC ആണ്. ആരും എന്നെ കളിയാക്കരുത്, കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് ജസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, സോ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മുൻപേ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ജസ്റ്റ് ആ ഒരു CC അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ആ ഒരു വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഒറിജിനൽ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതിൽ അവർ കുറേ ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ഓപ്ഷൻസ് അവർ ക്രോമാക്കി വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാൻവാസ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ക്യാൻവാസ് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ. മാച്ച് കട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓഡിയോയിലുള്ള ബീറ്റ് സിനിക്സ് ഒക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാച്ച് കട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് സ്ലോ മോഷൻ ചെയ്യാനാണ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളൊരു സ്ലോ മോഷനാണ്. നമ്മളിപ്പോൾ കൈൻ മാസ്റ്ററിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്ലോ മോഷനാണ്, ആവറേജ് എന്ന് പറയാം. പിന്നെ ബ്യൂട്ടിയാണ്. ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ വോയിസ് ചേഞ്ചർ ഉണ്ട്. വോയിസ് ചേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗേൾസിൻ്റെ സൗണ്ട് ആക്കാം. അങ്ങനെ ഓരോ ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഡിയോയുടെ ഭാഗമാണ്. ഓഡിയോയുടെ ഭാഗത്ത് വന്നാൽ മ്യൂസിക്, റെക്കോർഡ്, എഫക്റ്റ്, എക്സ്ട്രാക്റ്റ് ഓഡിയോ, ഇതൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ കേട്ടോ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിലുള്ള കാര്യമാണ്. റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ എഫക്റ്റാണ്. എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസിഷൻസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇവർ തന്നെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ട്രാൻസിഷൻ എഫക്ട്സൊക്കെ ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു വെരി ഗുഡ് ഓപ്ഷനാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് എക്സ്ട്രാക്റ്റ് ഓഡിയോ ആണ്. എക്സ്ട്രാക്റ്റ് ഓഡിയോ നമുക്ക് അറിയണ ഒരു കാര്യമാണല്ലോ. പിന്നെ എഫക്റ്റാണ്. അവർ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ട്രാൻസിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ക്രോമാക്കി, ഓവർലേ, പിന്നെ വാട്ടർമാർക്ക്. പിന്നെ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് വന്നാൽ ടെക്സ്റ്റും സ്റ്റിക്കേഴ്സും ഉണ്ട്. പിന്നെ ഫിൽറ്റേഴ്സിൻ്റെ ഭാഗത്ത് വന്നാൽ നമുക്ക് ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ തന്നെ ഫിൽറ്റർ അവർ മാനുവലി സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു CC ഞാനിപ്പോൾ തന്നെ പറയുകയാണ്, ഒരു ബേസിക് ആയുള്ള ഒരു CC ആണ്. ആരും എന്നെ കളിയാക്കരുത്, എന്നെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എഫക്റ്റിലോട്ട് വന്നിട്ട് നിങ്ങൾ എഫക്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവർ ഇതിൽ തന്നെ കുറേ എഫക്ട്സ് കാര്യങ്ങൾ ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, കുറേ എഫക്ട്സ് ഇവർ തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ളതാണെങ്കിലും ജസ്റ്റ് കാണുക. ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഏറ്റവും ബാക്കിലായിട്ട് വന്നാൽ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും അടിയിലായിട്ടുള്ള ഓൾഡ് മൂവി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യമേ ക്ലിക്ക് ചെയ്യുക. അതാണ് നമുക്കിപ്പോൾ ഇവിടെ വേണ്ട എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു എഫക്റ്റ് ഇതിലോട്ട് ആഡ് ആവും. ഇനി നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് കൈൻ മാസ്റ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഭാഗത്തേക്കോട്ടും ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. വേണ്ട എല്ലാ ഭാഗത്തേക്കും. ഓക്കെ, സോ ആ ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു CC ചെയ്യാനായിട്ട് ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. സോ ഈ ഒരു വീഡിയോ അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഒരു എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് അല്ല, ഫിൽറ്ററിലോട്ട് വന്നിട്ട് ഫിൽറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഫിൽറ്റേഴ്സ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇതിൽ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നൊസ്റ്റാൾജിയ 9 എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഒരു ഫിൽറ്ററാണ് നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത്. അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു എഫക്റ്റും ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഭാഗത്തുകോട്ടും ഇതൊന്നും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കൈൻ മാസ്റ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ജസ്റ്റ് ആഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഈ ഒരു CC എന്ന് പറയണത്. ഓക്കെ, സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരു ഇവൻറ്റ് നടന്നു പോകുന്നുണ്ട്. ആ ഒരു ഇവൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാനായിട്ടുള്ള. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, ഡൗൺലോഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.